മടവൂർ ഷെയ്ഖുനെ ഉപയോഗിച്ച ഒരു ടൗസറാണെന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സായ ഒരു കാക്ക സംസാരിക്കണ വീഡിയോ കണ്ടു. അപ്പോൾ അവനൊരു ട്രോളിയിട്ട് വീഡിയോ ഇറക്കിയതാ. ഇവനാണ് ആള്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ 36 വർഷം പഴക്കമുള്ള വള്ളി ട്രൗസറുമായി ഒരു കാക്ക വന്ന് സംസാരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഉള്ളവൻ നടത്തിയ സംസാരത്തിന് മറുപടി എന്ന രീതിയിൽ അത് കണ്ട് സഹിക്കാൻ കഴിയാത്തൊരു ഫ്രീക്കം മുസ്ലിയാരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടോ. പിന്നെ ഇപ്പം തന്നെ ഒരു മുജാഹിദ് മൗലവിന്റെ ഒരു വീഡിയോ കണ്ടു. എന്താണ് കണ്ടത്? മടവൂർ ഷെയ്ഖുനെ ഉപയോഗിച്ച ഒരു ടൗസറാണെന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സായ ഒരു കാക്ക സംസാരിക്കണ വീഡിയോ കണ്ടു. എന്നിട്ട് അപ്പോൾ അവനൊരു ട്രോളിയിട്ട് വീഡിയോ ഇറക്കിയതാ. അതിന് താൻ അംഗീകരിക്കുന്നതാണോ വള്ളി ട്രൗസർ? ഇവനാണ് ആള്. ഞാൻ തന്നെയാണത്. എന്താ പോലൊക്കെ കഥ. തന്റെ എല്ലാമെല്ലാമായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ ട്രൗസറാണെന്ന് പറഞ്ഞ 36 വർഷം പഴക്കമുള്ള ഒരു ട്രൗസറും കൊണ്ട് ഒരു കാക്ക വന്നിട്ട് അതിന്റെ മഹത്വമൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായും ചർച്ചയാകുമല്ലോ. അപ്പൊ ഓനോട് പറയാനുള്ളതേ, എന്താണ് പറയാനുള്ളത്? ചങ്ങായേ, എന്തോ ഖാദർ മൗലവിന്റെ തീട്ടത്തിലാ തൗഹീദ്. എന്തോ അത് നിങ്ങൾ പ്രസംഗിച്ചതാണ്. ആര്? ഞാൻ പ്രസംഗിച്ചിട്ടൊന്നുമില്ല. ഖാദർ മൗലവിന്റെ തീട്ടത്തിലാണ് തൗഹീദ് എന്നോ? ഇല്ലേ, അത് വലിയ മൗലവി പ്രസംഗിച്ചിക്കണല്ലോ. ഏത് വലിയ മൗലവി? അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടാണ് ഇപ്പൊ ജിദ്ദേറ്റ് വന്നിക്കണത്. അതും കൊണ്ട് നടക്കുന്നവരോടല്ലേ താൻ അത് പോയി പറയേണ്ടത്. എന്നോട് എന്തിനാ അത് പറയുന്നത്? ആ തീട്ടത്തിൽ തൗഹീദ് ഉണ്ടെന്നും പറഞ്ഞ് അത് പൊതിഞ്ഞ് കവറിലാക്കിയിട്ട് നിന്റെ അടുത്തേക്ക് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ അതിനെ കുറിച്ച് പറഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. എന്റെ അടുത്തേക്ക് ആരും കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരും കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നമുക്ക് ആ സമയത്ത് അതിനെ കുറിച്ച് സംസാരിക്കാം. ബേജാറൊന്നും വേണ്ട. ഇപ്പം വള്ളി ട്രൗസർ ആയിട്ടാ വന്നത്. എന്താ തന്റെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയ വള്ളി ട്രൗസർ? ഏതായാലും ആ പ്രസംഗം ഒന്ന് കേട്ടോ. ആ പ്രസംഗമൊക്കെ പ്രശ്നമില്ല. മൗലവിയെ ഞാൻ ഉദ്ദേശിച്ചത് ഏറ്റവും ഉന്നതമായ ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്ക് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കാട്ടത്തിന്റെ അടുത്തേക്ക് പോകാനും കൂടി കഴിയില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അദ്ദേഹം കാഷ്ടിച്ച് വെച്ചോടത്തേക്ക് പോലും ഞാനും ജനറൽ സെക്രട്ടറിയാന്ന് പറഞ്ഞ നമുക്ക് പോകാൻ കഴിയില്ല. ആ കാഷ്ടത്തെ പോലും പേടിക്കണം. കാരണം അതിന് പോലും തൗഹീദ് ഉണ്ടാവും. തീട്ടത്തിനെ പേടിച്ചണ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് പോയി ചോദിച്ചോ അങ്ങനെ ഉണ്ടെങ്കിൽ. അബ്ദുൽ ഖാദർ മൗലവിന്റെ അതന്നെ അബ്ദുൽ ഖാദർ മൗലവിന്റെ ഏതാളതായാലും അങ്ങനെ അയാൾ പറഞ്ഞ ആളോട് പോയി ചോദിച്ചോളാം. തീട്ടത്തിനെ പേടിച്ചണ അതില് തൗഹീദ് ഉണ്ട്. ഇയാളത് പാക്കറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇതാ നിങ്ങൾ ബർക്കത്തിന് എടുത്തോളോ എന്നും പറഞ്ഞിട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് അന്നേരം നോക്കാം. ഇപ്പൊ അയാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളോട് പോയി ചോദിക്കുക. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഞാൻ നിന്റെ അടുത്തേക്ക് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ വള്ളി ട്രൗസർ ആയിട്ട് വന്ന് നീ എന്നോട് ചോദിച്ചോ? ഇത് കൊണ്ടുവന്ന ആളോടാ ഞങ്ങൾ ഇത് പറഞ്ഞത്. ആ കൊണ്ടുവന്ന വള്ളി ട്രൗസറിന്റെ വള്ളി എന്താ തന്റെ തൊണ്ടയിൽ കുരുങ്ങിപ്പോയോ? താനിങ്ങനെ ബേജാറായി ഇങ്ങനെ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി, എങ്കിൽ തന്റെ ബേജാറ് മാറാൻ വേണ്ടി ആ വള്ളി ട്രൗസറിന്റെ ഉടമയുണ്ടല്ലോ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ, അയാള് എങ്ങനെയാണ് ഔലിയായത് നിനക്കറിയാമോ? അയാൾ ഔലിയായതിന്റെ കഥ ഞാൻ കേൾപ്പിച്ചത്. എവിടെ നിന്നാണ് അയാൾക്ക് വെച്ചടി കയറ്റം ഉണ്ടായത്? ഒരു ദിവസം മൊയ്തീൻ സാഹിബിന്റെ ഞാൻ കണ്ടാണ് മഹാനവറുകൾ. അല്ലാഹു അവർത്ത് ദർജ കൊടുക്കട്ടെ. മൊയ്തീൻ സാഹിബിനെ, ഏത് മൊയ്തീൻ സാഹിബ്? പുലിമൊയ്തീനില്ലേ? പുലിമൊയ്തീനെ ഈ UK മജീദ് മുസ്ലിയാർ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ദർജ അങ്ങോട്ട് ഉയർത്തി കൊടുക്കട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് ആ കോളാമ്പിൽക്കാണ്ട് എന്നിട്ട് ചുരുട്ടിങ്ങനെ മിനിറ്റ് ഒക്കെ എന്തിലേക്കാണ്? ഒരു കോളാമ്പിയിലേക്കാണ് കേട്ടോ ഈ പറയുന്ന കലാപരിപാടിയൊക്കെ നടത്തിയത്. കോളാമ്പിൽ ഇങ്ങനെ കൂടിക്കിടക്കുക. നേരത്തെ പറഞ്ഞ കലാപരിപാടിയിലൂടെ സംഭവങ്ങളൊക്കെ കോളാമ്പിൽ കൂടിക്കിടക്കുകയാണ്. കാന്തൂർ ഔക്കറിനല്ല, ചിറ്റടിമീത്തൽ ഔക്കറിനെ കുറിച്ചിട്ടാ പറഞ്ഞത് കേട്ടാ. ഔക്കറെ ഇങ്ങോട്ട് വാന്ന് വൃത്തിയാക്കിയാണ്. നേരത്തെ പറഞ്ഞ കലാപരിപാടിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പറഞ്ഞ കോളാമ്പി ഇതൊന്ന് ക്ലീൻ ചെയ്തേന്നാ പറയുന്നത്. ഇത് പറയാൻ വിഷമമുണ്ട്. പക്ഷെ ഉടുപ്പില്ലാത്തോണ്ടൊന്നും പറയാല. പറയട്ടെ. ആടെ ഇരുന്നിട്ട് പുറത്ത് കൊണ്ടുപോയതല്ല. ആ കോളാമ്പി എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയതല്ല, വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞില്ല. അപ്പൊ പുറത്തേക്ക് കൊണ്ടുപോയാലും എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ? പുറത്തേക്ക് കൊണ്ടുപോയാലേ ഇത് വൃത്തിയാക്കി കഴിഞ്ഞിരിക്കാന്നാ പറയുന്നത്. എങ്ങനെ വൃത്തിയാക്കിയെന്നില്ല കേട്ടോ. ഇത് നമ്മളെ ശേഖുനെ ചെയ്തതാ. ആരാ? നിന്റെയും നിന്റെ UK മജീദ് മുസ്ലിയാർ, നിന്റെ കാന്തപുരത്തിന്റെയും നിന്റെ പേരോടിന്റെയും നിന്റെ മുള്ളൂർക്കരയുടെയും നിങ്ങളെ കുറെ ടീം ഉണ്ടല്ലോ, APK ആനാചേന എന്നൊക്കെ പറഞ്ഞിട്ട് ആ ടീമിന്റെ ഒക്കെ ഷെയ്ഖുനെ ചെയ്ത കാര്യമായി പറയുന്നത്. ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞവരും എന്നിട്ട് അങ്ങനെ അത് ആ ചുരുട്ട് പുകലുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസം. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ദീന്റെ പേരിലാന്നുള്ള പ്രയാസമുണ്ട്. എന്നാലും ആയിക്കോട്ടെ. ഏതായാലും ചങ്ങായി ഒരു വഴിക്ക് വന്നതല്ലോ, ഓന് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോട്ടെ. പറഞ്ഞോ പ്രശ്നമൊന്നുമില്ല. കേൾക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏറ്റവും ടോപ്പിലെ പരീക്ഷയായിരുന്നു. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാന്റെ എക്സാം ആയിരുന്നു ഇത്. എന്തില് ദർജ കയറ്റി കൊടുക്കാനുള്ള എക്സാം ആയിരുന്നു. എന്താ കലാപരിപാടി ചെയ്തതെന്നില്ല എന്ന് പറയാൻ പോകുന്നത്. അത് മുഴുവനും കുടിച്ച്
എന്ത് അത് മുഴുവനും കുടിച്ച് ഏതാണ് മുഴുവനും കുടിച്ചത്? നേരത്തെ പറഞ്ഞ കലാപരിപാടിയിൽ ഒരു പിന്നെ കോളാമ്പിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച സാധനം ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ സമയത്താണ് അത് എടുത്തിട്ട് അങ്ങനെ കുടിച്ചു, നന്നായി വരണ്ടി കുടിച്ചു എന്ന് വേറൊരു റിവായത്തും കൂടിയുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അതും കാണിച്ചു തരാം. അങ്ങനെ അതിന്റെ ശേഷം ബഹുമാനപ്പെട്ടവര് ബോധരഹിതനായി പോയി. പറയുന്നത് കേട്ടില്ലേ, ചുരുട്ട്, അതേപോലെ കാർക്കിച്ച് തുപ്പിയത്, ഇങ്ങനെ കുറെ കലാപരിപാടികളൊക്കെ നടത്തി അത് സ്റ്റോർ ചെയ്ത് വെച്ച സാധനം കുടിച്ച സമയത്ത് ബോധം കെട്ട് വീണുപോയി. നാര് ലോകം തന്നെ നിയന്ത്രിക്കുന്ന ചിറ്റടി മീത്തലും അബൂബക്കർ മുസ്ലിം ആ ഒരു പവറിലേക്ക് ദർജയിലേക്ക് എത്തുന്നതിന് മുമ്പേ നടന്ന സംഭവമാണ് ഇത്. ഈ ചുരുട്ടല്ലേ, പുകലല്ലേ, 8 ദിവസം കഴിഞ്ഞിട്ടാ ബോധം തെളിഞ്ഞു. കമ്മിയോ 8 ദിവസം കഴിഞ്ഞിട്ടാ ബോധം തെളിഞ്ഞു. പിന്നെയാണ് ബോധം വന്നത് എന്ന്. വേറൊരു റിവായത്തുണ്ട്, 15 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ബോധം വന്നത് എന്ന്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിവായത്തും കാണിച്ചു തരാം. വെച്ച് കാച്ചുന്നതല്ലേ. പിന്നെ അതിനെ കണക്ക് പല മുസ്ലിയാക്കന്മാരും പല കോലത്തിലാണ് കണക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുത്ത് കുടിക്കാൻ പറഞ്ഞു. ആ 8ാമത്തെ ദിവസം ബോധം വന്ന സമയത്ത് ഒരു ഗ്ലാസ് പാലെടുത്ത് കൊടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ശേഷമാണ് ശൈഖുനായുടെ ഏറ്റവും വലിയ ഉയർച്ച. അതിനുശേഷമാണ് ഈ ശൈഖുനാന്റെ ഉയർച്ച. ഉയർച്ച എന്ന് പറഞ്ഞാൽ ചില്ലറ ഉയർച്ച ഒന്നല്ല. അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു അറിയുന്നത് പോലെ അറിയുകയും അന മുദബ്ബിറുല്ലാലം അന കുത്തുബുല്ലാലം അന അല്ലാഹ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പിന്നെയോ ചില ആൾക്കൊക്കെ തോന്നി തുടങ്ങും ചെയ്തിട്ടേ ചിറ്റടി മീത്തൽ അബൂബക്കർ അള്ളാഹു ആണോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ആർക്കാന്ന്? ഇതേ കാക്കാക്കന്നെ, ഇതേ UK മജീദ് മുസ്ലിയാർക്ക് തന്നെ. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവന്റേത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും അള്ളാഹു ആണെന്ന് പോലും തോന്നിപ്പോകുന്ന രൂപത്തിലേക്കുള്ള ദർജയിലേക്ക് എത്തി. ഇയാൾക്ക് മാത്രമല്ല, വേറൊരു സുലൈമാൻ ഉസ്താദ് ഉണ്ട്, അയാൾക്കും അത് തോന്നിയിട്ടുണ്ട്. ആ കാസലമ മലന്ന് നടന്ന് പ്രസംഗിക്കുന്ന ആളുണ്ടല്ലോ, അയാൾക്കും അത് തോന്നിയിട്ടുണ്ട് എന്ന്. പിന്നെ പോരാഞ്ഞ് വേറൊരുത്തം പറഞ്ഞത് എന്താണ്? പാട്ടിലൂടെ പറഞ്ഞല്ലോ പടച്ചോനാന്ന്, മടവൂരാരോ പടച്ചോനാണെന്നൊക്കെ പറഞ്ഞല്ലോ. മാത്രവുമല്ല അള്ളാഹുവിന്റെ സിഫത്തുകളൊക്കെ ചിറ്റടി മീത്തൽ ഔക്കർക്കാക്ക് ഉണ്ട് എന്നാ പറഞ്ഞു വെച്ചത്. ആ രീതിയിൽ ദർജയിലേക്ക് ഉയർന്നതാണ്. ഏത് കുടിച്ചിട്ട് പുലിമേതിയും ചുരുട്ടൊക്കെ വലിച്ച് കാർക്കിച്ച് തുപ്പിയ കഫവും ഇതൊക്കെയുള്ള കോളാമ്പിയിൽ വൃത്തിയാക്കിയത് എടുത്തങ്ങ് കുടിച്ചപ്പോൾ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ വെച്ചടി ഉയരത്തിലേക്ക് എത്തി. അങ്ങനെ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും അടങ്ങിയിട്ടുള്ള അള്ളാഹു ആണെന്നൊക്കെ തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള ഉയർച്ചയിലേക്ക് എത്തി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ചീരാപ്പട്ടി ഇഷ്യൂ ഒക്കെ ബർക്കത്തിനെടുത്ത് വെച്ച കഥയൊക്കെ ബൈലക്സിലൂടെ പണ്ട് കേട്ടതായിരിക്കുമല്ലോ. കാറ് കയ്യതും അങ്ങനെയുള്ള പല കഥകളും. മാത്രവുമല്ല തന്റെ പ്രശ്നം വള്ളി ട്രൗസർ ട്രോൾ ചെയ്താണല്ലോ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് ജിഷാമായും വേറൊരു മുസ്ലിയാരും കൂടി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ കുറെ വീഡിയോകൾ ഉണ്ടല്ലോ. അത് എടുത്ത് വെച്ചുകൊണ്ട് താനൊന്ന് മഹത്വവൽക്കരിച്ചൊന്ന് സംസാരിച്ചാൽ അപ്പൊ നിന്നെയും ഞാൻ ട്രോളും, ഒരു സംശയവും വേണ്ട അതിൽ. അതും കൂടി എടുത്തിട്ട് ട്രോളി നോക്കിയാലോ. ആദ്യം ചങ്ങായി ഇതൊക്കെ ഒന്ന് ശരിയാക്കി ചെയ്യും. അതന്നെ, ഇതൊക്കെ ഒന്ന് ശരിയാക്ക്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാം നമുക്ക് കാന്തപുരത്തിനും കൂടി എടുത്തിട്ട് ട്രോൾ ചെയ്യാലോ. ഇതിനൊന്ന് ട്രോളാൻ പറ്റും എനിക്ക്? പ്രശ്നമൊന്നുമില്ല, ട്രോളാനല്ലേ പറ്റും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഭവമൊക്കെ എടുത്തിട്ട് ട്രോളാനുള്ള ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവും നമുക്കില്ല. നന്നായി നമുക്ക് ട്രോളിയിട്ട് വിടാം. പക്ഷെ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഏതായാലും ഇപ്പൊ എന്റെ ഇത് തൗഹീദാണല്ലോ, തീട്ടം തൗഹീദാണല്ലോ ഇപ്പൊ ഖാദർ മൗലവിന്റെ. ഖാദർ മൗലവിന്റെ തീട്ടം തൗഹീദൊന്നല്ല. പക്ഷെ ഖാദർ മൗലവിന്റെ തീട്ടത്തിൽ പോലും നീയൊക്കെ പേടിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പൊ എന്തായാലും ഇപ്പൊ എന്തായാലും ഇത് ആക്കി സൂക്ഷിച്ചു വെച്ചിക്കുമല്ലോ. അറിയില്ല, അങ്ങനെ UK മജീദ് മുസ്ലിയാരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. വള്ളി ട്രൗസറൊക്കെ കിട്ടിയ അവസ്ഥയ്ക്ക് ചിലപ്പോൾ അതും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന് കാണിച്ചിട്ടുണ്ട് അടുത്ത വീഡിയോയില്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പോലത്തെ ആൾക്കാരോടെല്ലാം ഒന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ കഴിയില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണല്ലോ റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞ് UK സമസ്തക്കാർ പറയുന്നത് ഏതൊരു അമ്മുവിന്റെ മുടിയാണ് എന്നാണ്. ആ അമ്മു ചേച്ചിന്റെ മുടിയും കൊണ്ടുവന്ന് അത് മുക്കിയിട്ട് നിന്നൊക്കെ കുടിപ്പിച്ചത്. അതിൽ പിന്നെ പൊടിയും പിന്നെ പലതും ചേർത്തിട്ട് വേറൊരു രീതിയിലുള്ള വാറ്റുണ്ടാക്കി നിന്നെ കൊണ്ടൊക്കെ കുടിപ്പിച്ചല്ലോ. എന്നതുപോലെ ചിലപ്പോൾ ഇതൊക്കെ ഇനിയും വരും. ഇനി കാന്തപുരത്തിന്റെ മകനെ അങ്ങനെ വല്ല അപ്പിയും കൊണ്ടുവന്ന് കലക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കാനും സാധ്യതയുണ്ട്. ആ കോലത്തിലാണോ നിങ്ങളൊക്കെ പോക്ക്? ബർക്കത്തെടുക്കാനൊന്നല്ല, നിങ്ങൾ ബർക്കത്തെടുക്കാൻ തന്നെയാണ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. കാണാനാണ്, ഇല വെച്ചത് കാണാനാ. പണ്ട് മുടിയൊരു കുപ്പിയിലൊക്കെയാണ് വെച്ചിട്ടുണ്ടായത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാ വെച്ചിട്ടുള്ളത് അയാളോട് തന്നെ ചോദിക്കേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരിക്കലും തുറന്നു പോകരുത്. ഇല്ല, തുറന്നു പോകാൻ പാടില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരോട് വായി തുറക്കാൻ തന്നെ പാടില്ല എന്ന് പറയണം. ഒടുത്തം വിട്ട സ്മെല്ലാകാരത്. അതെ, പിടുത്തം വിട്ട സ്മെല്ലാണ്. ഇപ്പൊ അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെ മോനെ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ കള്ളത്തരം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ സ്മെല്ല് വളരെ കടുപ്പാണ്. കളവ് പറയുന്നവന്റെ അടുക്കൽ മലക്കുകൾ അടുക്കൂല.
റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. എന്താ കാരണം? ഇവൻ പറയുന്ന കളവിന്റെ നാറ്റം കൊണ്ട് അവന്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പോലും അടുത്തു വരൂല. കേട്ടില്ലേ, റഹ്മത്തിന്റെ മലക്കുകൾ പോലും വായ്നാറ്റം കൊണ്ട് അടുത്തേക്ക് വരാൻ വേണ്ടി പറ്റില്ല എന്നാ പറഞ്ഞത് കള്ളത്തരം പറയുന്നവന്റെ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് എന്താണ് പറയാറുള്ളത്? അതിന്റെ പേരിലാണോ തെരഞ്ഞെടുത്ത നുണകൾ എന്ന് പറയുന്ന പുസ്തകമൊക്കെ ഉള്ളത്? അങ്ങനത്തെ ഉസ്താദിനെ കുറിച്ച് ശിഷ്യന്മാർ തന്നെ പണ്ട് പറഞ്ഞു വെച്ചത് വലിയ വിവാദമായതാണല്ലോ. അതൊക്കെ കേൾക്കുന്നിടക്ക് നല്ലതാണ്. വിശദീകരിച്ചത് ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. വല്ലാഹി വന്നാൽ പച്ചക്കള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ വേണ്ട. അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടില്ലേ? കേട്ടില്ല, അത്ഭുതപ്പെടില്ല എന്ന് പറഞ്ഞത്. ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പാച്ച കളവായിരിക്കും എന്നാ പറഞ്ഞു വെക്കുന്നത്. സ്വന്തം ശിഷ്യൻ പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. ഹസൻ സഖാഫി പറഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മാത്രം കള്ളത്തരം പറയുന്ന ആളായിരുന്നു. ഇങ്ങനെ കള്ളത്തരം ദീന്റെ പേരിലൊക്കെ പറയുന്നവന്റെ വായ്നാറ്റം സഹിക്കാൻ കഴിയാണ്ട റഹ്മത്തിന്റെ മലക്ക് വരൂല. നേരത്തെ ആര് പറഞ്ഞത്? ഇവൻ പറയുന്ന കളവിന്റെ നാറ്റം കൊണ്ട് അവന്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പോലും അടുത്തു വരൂല. പേരോടിന്റെ മകൻ പറഞ്ഞത്. അതുകൊണ്ട് അടച്ചു വെക്കാൻ തന്നെ പറയണം, വായ തുറക്കാൻ വേണ്ടി പാടില്ല എന്ന്. ദുർഗന്ധം അൺസൈക്കബിൾ ആയിരിക്കും. എന്നിട്ട് ഓൻ വന്നിക്കണ് എന്നിട്ട് ട്രോളാന്. അതെ, എന്നിട്ട് അവൻ വന്നിക്കണ് ട്രോളാൻ വേണ്ടിട്ട്. ഉസ്താദിന്റെ തന്നെ എന്തെല്ലോ സംഭവം ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്. ചങ്ങായി ഇതൊക്കെ ചങ്ങായി എന്റെ വലിയ വലിയ മൂത്താപ്പാരും ഇതാ പ്രസംഗിച്ചാണ്. ആ പേരോടിന്റെ മോനും അതുപോലെ തന്നെ പല ശിഷ്യന്മാരും, കാന്തപുരത്തിന്റെ ശിഷ്യന്മാരെന്നെ പലതും പ്രസംഗിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ UK മജീദ് മുസ്ലിയാരൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പുതിയണ്ടൊക്കെ പറഞ്ഞോ, ജിഷാമായി പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ നമുക്ക് ഇട്ട് ട്രോളാ, ഒരു രസമല്ലേ? ഉസുറും പൊടിയുണ്ട് ചങ്ങായിമാരെ ഞങ്ങക്ക്. അതന്നെ ഞാനും ചോദിക്കുന്നു, ഉസുറും പൊടിയുണ്ടോ ചങ്ങായിമാരെ നിങ്ങൾക്ക്? ആ വള്ളി ട്രൗസറിനെ കുറിച്ച് ഒന്നും പറയാനൊന്നും ഇല്ലാതെ ഇങ്ങനെ ബേജാറിൽ വന്ന് അതും ഇതൊക്കെ പറയണമെങ്കിൽ ഇതിനൊന്നും അല്പസ്വല്പം എന്ത് പോരാന്നാണ് വഹാബ് സഖാഫി പറയാറുള്ളത്? അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. ഇതൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ മുസ്ലിയാരെ. ഇങ്ങനെയൊക്കെ മെഴുകി നാറുന്ന സമസ്തക്കാരന്റെ അവസ്ഥ കാണുന്ന ഒരു മുസ്ലിയാർ കുട്ടി പറയുന്നത് എന്തായിരിക്കുമെന്ന് ഈ ചങ്ങാതി തന്നെ കാണിച്ചിരുന്ന ഒരു ക്ലിപ്പിലൂടെ നമുക്ക് കാണാം. ഇനി ഒന്ന് കൊന്നു തരുവോ തലക്കെട്ടുകാരെ? നിങ്ങൾ ഒന്ന് കൊന്നു തരുവോ? ഒരുപക്ഷെ നിന്നെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മുസ്ലിയാരെ പണ്ടേ റഹ്മത്തുള്ള കാസിമി പറഞ്ഞത് ഊളുപ്പില്ലാത്ത വർഗം. ഊളൂപ്പ് ഇല്ലാത്ത വർഗം എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കാം പറഞ്ഞത്. വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അതുകൊണ്ട് മുസ്ലിയാരെ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് കുറച്ച് മുടിവാറ്റൊക്കെ കുടിച്ച് സമാധാനത്തിൽ കടന്നുറങ്ങും.